നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ടായി അല്ലെങ്കിൽ ഒരു സൈക്കിക് അറ്റാക്ക് നമുക്ക് ഉണ്ടായി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ശരിക്കും നമുക്ക് എപ്പോഴും മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ നീ പറഞ്ഞാൽ തന്നെ അതിനൊക്കെ ഒരു ഒപ്പോസിങ് ഇതായിരിക്കും. അത് മനസ്സിലാക്കാനോ അതിരുന്ന് ചിന്തിക്കാനോ ഒന്നുമുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അതായത് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഫുൾ ഗോസിപ്പ്, നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് പണി കൊടുക്കുക, ഊഹിക്കുക, എപ്പോഴും വള്ളി പിടിച്ച് കിടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ സർക്കിളിലായി പോകും നമ്മൾ. പിന്നെ ലൈഫിനൊന്നും ഒരു ക്ലാരിറ്റി കാണില്ല. ചിലപ്പം ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഫാമിലി പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു നടുക്കായിരിക്കും. കാരണം നമുക്ക് ഗുഡ് എനർജി ഇല്ല, ഉള്ളതെല്ലാം ഡ്രെയിൻ ഔട്ടായി. നമുക്ക് നമ്മുടെ ഒരു വൈബ്രേഷൻ അവിടെ ചേഞ്ചായി. അപ്പോൾ നമ്മുടെ ചുറ്റും വരുന്ന ആൾക്കാരും അത്തരം വൈബ്രേഷനിലുള്ള അധമ ചിന്താഗതിയുള്ള മനുഷ്യർ തന്നെ ആയിരിക്കും. ഇമോഷണലി ആയിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. എന്ത് പ്രശ്നമെന്ന് ഭയങ്കര ദേഷ്യവും പിടിച്ച് തള്ളലും അടിയും ബഹളവും അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ പക്ഷെ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ അമ്പലങ്ങളിലോ എവിടെയാണ് നിങ്ങളുടെ പള്ളികളിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയിരുന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, സോൾട്ട് വാട്ടർ ബാത്ത് എടുക്കുക, അല്ലെങ്കിൽ കടലിലൊക്കെ കുളിക്കാൻ പോവുക. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കതിനെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. നെഗറ്റീവ്സൊക്കെ നമ്മളൊരു ഹയർ ആൻഡ് എനർജിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ്സ് എല്ലാം അങ്ങനെ അങ്ങ് പോയി നമ്മൾ ഓക്കെ ആവും.